ഇത് മനസ്സിലായില്ലേ? എടാ നെല്ലിമൂട് ഭാസ്കരണ്ണൻ ഈ ഇന്ത്യൻ സിനിമ എന്ന് വെച്ചാൽ എന്തുവാ? ഭാസ്കരണ്ണൻ അല്ലയോ? പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ ആണോന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ അല്ല, അതുക്കും മേലെ. പ്രൊഡ്യൂസറെ ബാപ്പ. ഡയറക്ടർ ആണെന്ന് വെച്ചാൽ ഡയറക്ടർ അല്ല, അതുക്കും മേലെ. പ്രൊഡക്ഷൻ കൺട്രോളർ ആണെന്ന് വെച്ചാൽ കൺട്രോളർ അല്ല, അതുക്കും മേലെ. മലയാള സിനിമയെ പോലെ ഇന്ത്യൻ സിനിമയെ പോലെ നിയന്ത്രിക്കുന്ന ആളാ. നമുക്കൊരു പ്രൊഡ്യൂസർ ഇല്ലാന്ന് വെച്ചാൽ മനസ്സിലായി. ഈ സെൻസർ ബോർഡിന്റെ ആളല്ലേ? സെൻസർ ബോർഡിന്റെ ആളല്ല, സെൻസർ ബോർഡ് ആണെന്ന് വെച്ചാൽ ബോർഡല്ല, അതുക്ക് മേലെ. എടാ ഈ സിനിമയിലൊക്കെ കട്ട് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അണ്ണം വിചാരിച്ചാൽ മതി എല്ലാം കൂട്ടി യോജിക്കും. ഒരു സർട്ടിഫിക്കറ്റ് വേണോന്ന് വെച്ചാൽ ആ സെക്കൻഡ് എണ്ണം മേടിച്ചിരിക്കും. എന്റെ കഞ്ഞിവെള്ളം വേണം SLC സർട്ടിഫിക്കറ്റിന്റെ വേറെ കോപ്പി ഒപ്പിച്ചാൽ നീ ഒന്നും പറയണ്ട. നെല്ലിമൂട് ഭാസ്കരൻ അത്യാവശ്യം സിനിമയിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു, ചില പ്രോജക്റ്റുകൾ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നു, പ്രൊഡ്യൂസർമാരെ തപ്പി കൊടുക്കുന്നു. ഒരു ചെറിയ കക്ഷിയാണ് ഇവൻ പറയുന്ന പോലെ. അത്ര വലിയ ബഡാ പാർട്ടി ഒന്നും അല്ല. പ്രൊഡ്യൂസറെ വലിയ പറ്റി. അപ്പൊ പ്രൊഡ്യൂസർ തപ്പി കൊടുക്കുന്ന ആളെന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയല്ല, അത്ര ചെറുതല്ല. കുറച്ച് ബഡാ പാർട്ടികളെയൊക്കെ നമുക്ക് പരിചയമുണ്ട്. വലിയ വലിയ ആൾക്കാരായിട്ട് നല്ല ബന്ധമാണ് നിങ്ങൾക്ക്. അതുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. ഞാനൊന്ന് ഫോൺ ചെയ്ത ഏത് പാർട്ടി അണ്ണാ ഭാസ്കരൻ എന്താണ് വിഷയം ചോദിച്ച് സഹായിക്കാനായിട്ട് വരും. അത് നമ്മൾ ഇത്രയും കാലത്തെ നമ്മുടെ ഒരു സത്യസന്ധത, ഒരു വിശ്വസ്തത, അത്രേ ഉള്ളൂ. രാം ഗോപാൽ വർമ്മ കൊണ്ടുവന്ന ആരാ? അണ്ണൻ. പുള്ളി എവിടെ ആയിരുന്നു? പുറത്തായിരുന്നു, ഗൾഫിലല്ലോ. അതല്ല, നീ ഫീൽഡിൽ കൊണ്ടുവന്ന അണ്ണനാ. അങ്ങനെ അതൊക്കെ പണ്ടേ. രാം ഗോപാൽ വർമ്മ തന്നെ വീഡിയോ ഷോപ്പ് ഇട്ടിരുന്ന ആളാ. ഈ വീഡിയോ ലൈബ്രറി ഇല്ലേ, വീഡിയോ കാസറ്റ് ഇട്ടിരുന്ന ആളാ. അത് പക്ഷെ വേറെ കാര്യമുണ്ട്, എന്റെ മിടുക്കൊന്നും പറയാനില്ല. മൂപ്പർ അന്നേ ബുദ്ധിയുള്ളവൻ. ഈ CD ഒക്കെ ഇട്ട് കണ്ട്, അന്ന് CD അല്ല, അന്ന് വീഡിയോ ഒക്കെ ഇട്ട് കണ്ട് രാം ഗോപാൽ വർമ്മ അന്നേ ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഇതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ചെന്നൈയില് കോടമ്പക്കത്തില് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഹൈദരാബാദിൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ പടങ്ങൾ കണ്ടിട്ട് അവൻ കുറ്റപ്പെടുത്തി. ഞാൻ അന്തം വിട്ടുപോയിട്ടുണ്ട്. ഭാസ്കർജി ऐसा नहीं होना चाहिए, नहीं तो चपदे नंबरो ओके माइनस नहीं दड़ो तेलुगु தமிழ்ல எல்லா பாஷையும். இந்த சீன்ல வந்து அது இந்த சார்ல்டன் ஹெஸ்டன் இந்த மாதிரி நடிச்சிருக்கு. ஆனா இந்த மாதிரி வந்து அவங்க இந்த வெஹிக்கிள் வர்றதுக்கு பதிலா உங்க பிளேன் வந்து அது கிராஷ் பண்ண எப்படி இருக்கும்? ഞാൻ അന്തമിട്ട് കൂടെ ഇരിക്കുന്ന യവൻ ഇവിടെ എങ്ങും നിൽക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. അവസാനം എന്താ പറഞ്ഞ പോലെ പടം, ആദ്യത്തെ പടം നാഗാർജുന വെച്ച് പടം സൂപ്പർ ഹിറ്റ്. വേറെ എക്സ്പീരിയൻസ് ആരുടെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടില്ല. വേറെ ആളുടെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടില്ല. അവൻ കാര്യമായിട്ട് ഷൂട്ടിംഗ് കണ്ടില്ല. അവൻ വീഡിയോ ലൈബ്രറിയിൽ അവൻ VHS ഇട്ട് കണ്ട് അവൻ സിനിമ എന്താണെന്ന് അവൻ മനസ്സിലാക്കി. അതുപോലെ അണ്ണ ഈ രംഗീലയുടെ ഫസ്റ്റ് ഇത് അണ്ണന് അയച്ചു തന്നെ രാം ഗോപാൽ വർമ്മ. പിന്നെ അണ്ണൻ കണ്ടിട്ട് മതി ബാക്കി ചെയ്തത്, അണ്ണനുണ്ടെങ്കിൽ തിരുത്തണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പ്രിവ്യൂ കാണാൻ പോയിട്ട് അയച്ചു ഞാൻ ഇട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞു സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞു. ഇനി മണിരത്ന സാർ ഇതേപോലെ അന്ന് ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന AR റഹ്മാൻ, പുള്ളിയുടെ പേരെന്ന് ദിലീപ് എന്നാണ്. അറിയാം, ദിലീപ് എന്നാണ്. യോദ്ധയിലൊക്കെ പേര് എഴുതി കാണിച്ചിരിക്കുന്നത് ദിലീപ് എന്നാണ്, AR റഹ്മാൻ എന്നാണ്. അപ്പൊ മണി സാർ എൻ്റെ അടുത്ത് വെച്ച് നല്ല മ്യൂസിക് ഡയറക്ടറിൽ ഉണ്ടാ ഭാஸ்கரண்ணா ஏதாவது இருக்கா இன்ட்ரோடியூஸ் பண்ண, எனக்கு ரோஜாவில் ஒரு நல்ல சூப்பர் மியூசிக் டைரக்டர் இன்ட்ரோடியூஸ் பண்ண, ஏதாவது யாராவது இருந்தா சொல்லுங்க. ഞാൻ പറഞ്ഞു ഇതേപോലെ ദിലീപ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, എങ്ങനെയാണോ നോക്കണം, യോദ്ധയിലൊക്കെ നല്ല മ്യൂസിക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് കേട്ടു, അവരൊന്നൊരു കമ്പനിയായി, റോജ സൂപ്പർ ഹിറ്റ്. ഇതേപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മുടെ ഈ പുലിമുരുകനില്ലേ വില്ലനായിട്ട് അഭിനയിക്കേണ്ട ഞാനാ. ഒരൊറ്റ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം. വില്ലന്റെ പേര് ഡാഡി ഗിരിജ, അതെനിക്ക് ഒരുമാതിരി നാണക്കേടായി. ഗിരിജ എന്നൊക്കെ, ഡാഡി ഗിരിജ എന്ന്. പിന്നെ നമ്മൾ അതുവഴി പോകുമ്പോൾ ഇപ്പം ഒരു നല്ല പേരുണ്ട്, ഭാസ്കരണ്ണാ എന്ന് വിളിക്കും. ഇനി പോകുമ്പോൾ ഗിരിജ ഗിരിജക്ക, ഗിരിജ ചേച്ചി എന്നൊക്കെ വിളിക്കും. ഗിരിജ ചേച്ചി എന്നൊക്കെ വിളിച്ചാൽ അത് എന്റെ ഇമേജ്, എന്റെ വീട്ടിലുള്ള ഇമേജ്, നാട്ടിലുള്ള ചേച്ചി ഭയങ്കര പേടി. ഇത് പോകുമ്പോ ഉണ്ടല്ലോ ആൾക്കാർ ഇങ്ങനെ കൊണ്ട് മടക്കി തരച്ചിട്ട് ഭാസ്കരണ്ണ നമസ്കാരം, ഭാസ്കരേട്ടാ. ആ ഒരു റെസ്പെക്ട് നമ്മൾ ഈ പടത്തിൽ അഭിനയിച്ചത്. ഗിരിജക്ക തീർന്നില്ലേ? പക്ഷെ നമ്മള് വേറൊരു കാര്യം പറ്റേ, ആ പേരിൽ ഒരു അൽവിൻ മത്തിക്കറിയും പോലെ ഉണ്ടായി ചേരൂല കേട്ടോ. ഞാൻ പറഞ്ഞു പേര് മാറ്റിയാൽ ഞാൻ അഭിനയിക്കാം. അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മൾ അത്യാവശ്യം ഇല്ലേ. ഇവ അസോസിയേറ്റ് ആയിട്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ അഭിനയിച്ചാൽ വേറൊരു ശൈലി ഇല്ലേ. ഞാൻ വേറെ കാര്യമുണ്ട്, ഇവ അസോസിയേറ്റ് ആയിരിക്കുന്ന പല പടത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം വരുമ്പോൾ ലെങ്ത് കൂടി പോയെന്ന് പറഞ്ഞാൽ ഇവന്റെ മിസ്റ്റേക്ക് അല്ല, ഡയറക്ടർ. നമ്മള് പറയട്ടെ, മൊഹ്തുദി പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. ചാറയാണെങ്കിൽ
അതൊരു 200 കോടി എത്തിയന്. പിന്നെ അത് കിടലല്ലേ അത് നിങ്ങൾ പൊളിച്ചാനേ കേട്ടോ. അയാളും തിരക്കില്ല. എന്നാലും നിങ്ങൾ അത്ര വരില്ല. അങ്ങനെ ഗാംഭീര്യമായത് അതിനൊക്കെ കിടലല്ലേ അണ്ണന്റെ. എനിക്കും തോന്നി ചേട്ടാ ഈ പറഞ്ഞുള്ളതല്ലേ. എനിക്ക് ഈ പടം കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് ഞാൻ ചേർന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കളിക്കാം. കാരണം മോഹൻലാലിലൂടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഈ ഡാഡി ഗിരിജയ്ക്ക് പിടിച്ചിരിക്കാൻ ഒരുമാതിരി ചാക്കുമൊക്കെ ഓടിക്കൊണ്ട് പോണില്ല. അത് എനിക്കും തോന്നി. മാത്രമല്ല പിന്നെ നമ്മളായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് തന്നെ. അവസാനം ഈ പുലിയെ കൊല്ലുന്ന സംഭവത്തിലൊക്കെ നമ്മളും കൂടെ എന്തെങ്കിലുമൊക്കെ പുലിയുടെ ഒരു കയ്യിലിട്ട് ഒരു പിടിത്തമൊക്കെ നമുക്ക് തന്നേനെ നമ്മളെ. കാരണം വേണ്ടപ്പെട്ട പയ്യന്മാരല്ലേ, എല്ലാം നമ്മുടെ പയ്യന്മാരല്ലേ. ഇപ്പൊ സിനിമയില് ആരൊക്കെ ഉണ്ടോ എല്ലാം നമ്മുടെ പയ്യന്മാരാ. 6 മാസം മുമ്പ് ഞാൻ അണ്ണനെ ഇവിടെ ചായ പിടിച്ചോണ്ടിരിക്കുക. അപ്പം സത്യം പറഞ്ഞ എനിക്ക് ഞാൻ ഞെട്ടിപ്പോയി. ഡയറക്ടർ ശങ്കർ അവനെ പച്ചക്ക് വിളിച്ചിട്ട് അല്ലടാ ഡിസ്കഷന് വേണ്ടിട്ട്. അതായത് ഈ സിനിമയിലെ ഈ വില്ലനായിട്ട് അമിതാഭ് ബച്ചൻ സാറിനെ അണ്ണനടുത്ത് വെച്ചു. അമിതാഭ് ബച്ചൻ സാറിനെ വെച്ചോണ്ടിരുന്നത്. പക്ഷെ വരാൻ പറ്റുള്ളൂ പറഞ്ഞു. ഇല്ല അമിതാഭ് ബച്ചന് ആ റോളൊക്കെ അല്ല, വില്ലൻ ചെയ്യില്ല. രജനീകാന്തിന്റെ വില്ലനായിട്ട് കറക്റ്റ് സൗണ്ട് കേട്ടോ. भारत में सबसे ज्यादा मजबूत आदमी कौन है? and the options are A, B. അതേപോലെ എന്നെ വിളിച്ചു മറ്റേ സിനിമക്കകത്ത് 4 സീനുകൾ ഡബ് ചെയ്തില്ല. അതൊക്കെ ഡമ്മി ഒറിജിനല്ല, ഡമ്മി വായിസ്. അങ്ങനെ വരാൻ ലേറ്റ് ആയപ്പോ കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് അണ്ണനാ പറഞ്ഞു അക്ഷയ് കുമാറിനെ വിളിച്ചു നോക്കാൻ പറഞ്ഞു. പക്ഷെ വേറെ ഇയാളൊരു വൃത്തിയോട് കാണിച്ചു ശങ്കർ ഭാസ്കരന്റെ അടുത്ത് പറയാതെ നേരിട്ട് ഡയറക്റ്റ് അക്ഷയ് കുമാറിനെ വിളിച്ചു. ഡയറക്റ്റ് അക്ഷയ് കുമാറിനെ വിളിച്ചില്ല, നേരിട്ട് വിളിച്ച് എന്നിട്ട് എന്റെ സിനിമ അഭിനയിക്കണം പറഞ്ഞു. എല്ലാം എന്റെ അടുത്ത് പറയാ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു. അക്ഷയ് കുമാർ very sorry I don't want to do any film in Tamil. പിന്നെ എന്നെ വന്ന് കാല് പിടിച്ച് ശങ്കർ വീണ്ടും വന്നു. അണ്ണാ അണ്ണൻ തന്നെ രക്ഷിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കണ്ടേ? അത് നമ്മൾ ചോദിച്ചാൽ അത് അവരുടെ കാര്യം. എല്ലാം കഴിഞ്ഞപ്പോ ഈ പടം ദീപാവലി റിലീസ് ഞാൻ ബോംബെ ചെന്നൈ കാണും. പ്രിവ്യൂ ചെന്നൈയിൽ എനിക്ക് കാണാൻ. കാരണം വെച്ചാല് ശങ്കർ എന്നെ വെട്ടിച്ച് പോയതുകൊണ്ട് എനിക്ക് ചെറിയ പറ്റണം. ഞാൻ അക്ഷയ് നമ്മൾ ഒരുമിച്ച് ബോംബെ ഇരുന്ന് കാണാം. നമ്മൾ സ്വകാര്യം ചോദിക്കണേ, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വലിയ വലിയ ആൾക്കാരായിട്ട് ബന്ധം കൈവരുത്തുന്നത്? ബന്ധം എങ്ങനെയെന്ന് ചോദിച്ചാൽ അതൊന്നും ചോദിക്കരുത്. അതൊക്കെ ഒരു എന്താണെന്ന് അതിന്റെ നേക്കുണ്ടല്ലോ. എങ്ങനെയാണ് ഒരു നാക്കിൽ അങ്ങോട്ട് പോകും. നമ്മൾ ഒന്നും കൊണ്ട് പറയല്ല കേട്ടോ. നമ്മൾ കുറെ കാലം സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. ആകെ ഒരു വലിയ ഊള ഡയറക്ടറും ഒരു ചെറിയ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഒരു വലിയ വിവരമൊന്നുമില്ല. മറ്റേ എവിടെ എന്നാ പോകുന്നത്? അമേരിക്ക പോകണം. അമേരിക്ക ഇനി അടുത്ത പടം. പിന്നെ വേറെ കാര്യമുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഈ ബാഹുബലി ഡയറക്ടർ വെച്ച് നമ്മുടെ കരൺ ജോഹർ അടുത്ത പടം എടുക്കണുണ്ട്. ഞാൻ അമേരിക്ക പോകണം. അതാണ് അവൻ പറഞ്ഞത്. അമേരിക്ക പോകുന്നു. പിന്നെ നമ്മൾ സംസാരിച്ചത് എന്റെ കീർത്തനം കേൾക്കാനല്ല അവർ നിൽക്കുന്നത്. നീ വിളിച്ച വിഷയം പറ. ഇവിടെ സാമ്പത്തിക ടൈറ്റ്. പിന്നെ നമ്മൾ ഈ പടമില്ല നമ്മുടെ ബഡ്ജറ്റിന് മേളിൽ പോവാ. എല്ലാ പടവും ഇങ്ങനെ എന്നെ പറയണേ ചെറിയ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട്. നീ എന്തിനാ ബഡ്ജറ്റ് ഇത്രയും കൂട്ടിയത്? അല്ല, ആദ്യം ചെറിയൊരു ബഡ്ജറ്റ് തീരുമെന്നാണ് ഇവൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ സംഭവം കൈവിട്ട് പോയി. ആദ്യം അങ്ങനെ കള്ളം പറയണത്. ആദ്യമേ ഇത്ര ആവുമെന്ന് പറഞ്ഞാൽ അതല്ലേ എന്റെ അന്തസ്. ഇല്ലെന്നാ നമുക്ക് അടുത്ത പടമൊന്നും ആയില്ല. ഇപ്പൊ ഈ നമ്മൾ ചെറിയൊരു ഈ അടുത്ത പടം നിൽക്കട്ടെ. ഈ പടത്തിനുള്ള നിൽക്കുന്ന പ്രശ്നം പറയും. സാറേ, നമ്മള് വേറൊരു കാര്യം പറയട്ടെ. അത് ഇവന്റെ കുറ്റാണ്. ഇവൻ ദിവസവും ലൊക്കേഷനിൽ ഇരുന്നിട്ടാണ് സ്ക്രിപ്റ്റ് തിരിച്ചത്. ഓരോ ദിവസം ഇങ്ങനെ തിരിച്ച് അതിനനുസരിച്ച് കോസ്റ്റ് വിടാൻ പറഞ്ഞ കറക്റ്റാണ്. എനിക്ക് പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടെന്നാ അണ്ണാ, നീ തിരക്ക് കഴിയുമ്പോൾ 2 ദിവസം ട്യൂഷൻ കൊടുക്കണം സ്ക്രിപ്റ്റിനെ പറ്റിയുള്ള. ഇപ്പോഴത്തെ കാര്യം പറയും. ഇനി 25% തീരാണുള്ളത്. അല്ല സാറേ, ഞാൻ തിരുത്തുന്നു എന്ന് പറയണു. പക്ഷെ ഞാനൊരു ഫ്ലൈറ്റ് സീൻ ഉണ്ടെങ്കിൽ ഞാൻ അത് വെട്ടി ഹെലികോപ്റ്റർ നമ്മൾ പറഞ്ഞുതരാ. അത് അങ്ങനെ പറയരുത്. നമ്മൾ പറഞ്ഞുതരാ. കഴിഞ്ഞ ഒരു ദിവസം ഇവൻ എഴുതി വെച്ച് നാളെ ഒരു പ്ലേറ്റ് വേണമെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ലിസ്റ്റ് നോക്കിയപ്പോ പ്ലേറ്റ് നമ്മൾ വലിയൊരു പ്ലേറ്റ് വാങ്ങി വെച്ചു. ബിരിയാണി ചെമ്പിന്റെ വലിയ പ്ലേറ്റ്. പിറ്റേന്ന് ഇപ്പം വന്നവൻ പറയാ പ്ലേറ്റ് എന്നല്ല ആ ഫ്ലൈറ്റ് എന്നാണ്. അതോനെ എഴുതാ അറിയട്ടല്ലേ? അല്ല, അത് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ശൂലോന്ന് എഴുതാൻ പറഞ്ഞാൽ കോലോന്ന് എഴുതി വെച്ചിട്ട് മൂലോന്ന് വായിക്കുന്നവനാ ഇവൻ. അവൻ ആകാശത്തോട് വരുന്ന ഫ്ലൈറ്റ് എന്ന് പറയുമ്പോ ആകാശത്തോടെ ഏത് ഫ്ലൈറ്റ് ആവില്ല. അല്ല അല്ല, ആകാശത്തോടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് വായിച്ചല്ലേ? ഇതെന്താ വായിച്ചേ? ഫ്ലൈറ്റ് എന്നാണ് പ്ലേറ്റ് എന്നാണ് വെച്ചത്. പ്ലേറ്റ് എന്നല്ലേ? നമ്മൾ തപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഭാസ്കരണ്ണം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 75% ഷൂട്ട് ചെയ്തു. എത്ര ഉണ്ടെങ്കിൽ തീരും അത് പറ. പൈസ എത്ര ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
1 ഉറുപ്പ്യ വേണ്ടി വരും. ഒരു 1 crore. ഒരു 75 ലക്ഷം രൂപ ഒപ്പിക്കാം പാർട്ട്ണറെ. 75 പോരാ അണ്ണാ, ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. 75 ലക്ഷം രൂപ 1 crore ആണെങ്കിൽ പിന്നെ വേറെ നോക്കണ്ടായിരുന്നു. സേഫ് ആയിട്ട് സംഭവം ശരി നോക്കാം. ഞാൻ ഒന്ന് മാക്സിമം പറഞ്ഞു നോക്കാം. അതെ ശരി, ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് അണ്ണന്റെ സ്വഭാവം. സസ്പെൻസ് ആയിരിക്കും. അണ്ണൻ ആളെ കൊണ്ടുവന്നിട്ടേ കാണിക്കത്തില്ല. ഇതിനെയാണല്ലേ ഈ ദീർഘദൃഷ്ടി എന്നൊക്കെ പറയുന്നത്. നമ്മളൊരു കാര്യം പറയട്ടെ, നിങ്ങളെ വെറുതെ അല്ല കേട്ടോ, അതിക്കും മേലെ എന്ന് പറയണേ നിങ്ങൾ അതിന്റെയും മേലെയാ. കടപ്പാടി കുപ്പുസ്വാമി തഞ്ചാവൂര് പാൽ കച്ചവടം. അയ്യോ, കുപ്പുസ്വാമി കിടപ്പാണെങ്കിൽ വീൽ ചെയറിലാണോ കൊണ്ടുവന്നത്? കടപ്പാടി അങ്ങനത്തെ സ്ഥലപ്പേര്. കിടപ്പാണ് കടപ്പാടി കുപ്പുസ്വാമി പാൽ കച്ചവടം, പോത്ത് കച്ചവടം, എരുമ കച്ചവടം എല്ലാം ഉണ്ട്. ഞാൻ വളച്ചിട്ടിരിക്കുകയാണ്. ഒരു കോടി പിന്നെ പേരില് പാർട്ട്ണറായിട്ട് അങ്ങയുടെ പേര് വെക്കണം. പക്ഷേ വേറെ കാര്യമുണ്ട്. പല 1-ാം തീയതി കൊണ്ടുവന്ന് നമുക്ക് ചന്ദനങ്ങളും കൊണ്ടുവരും. നമ്മൾ ബിസിനസ്സും കൂടെ ചെയ്യണം. പടം തീർക്കണം. എന്നിട്ട് പോലെ ഈ കാള കച്ചവടം അങ്ങനെ റോൾ കൊടുക്കണം കേട്ടാ. മലയാളം പടത്തിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മളൊരു കാര്യം പറയണം, നമ്മളൊരു റിക്വസ്റ്റ് ആണ്. ഒരു പോത്തും ജീവിതത്തിന്റെ കച്ചവടക്കാരനാന്നല്ല പറഞ്ഞത്. നിങ്ങളൊരു പണി ചെയ്യേണ്ടി, നിങ്ങൾ ആ പൈസ ആദ്യം തന്നെ വാങ്ങിച്ചോണ്ടി. കാരണം ഇപ്പൊ ഈ പോത്തിന് ഇതിനൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോഴേ പിടിച്ചു വെച്ച് കണ്ടിട്ട് അടിച്ച് പരിപാടി വെക്കുന്ന ആൾക്കാരുണ്ട്. ആ പോത്തിനോടുള്ള സ്നേഹം കണ്ടു. വർഗസ്നേഹം എന്ന് പറയുന്നതാണ്. ഇത്തരത്തിലുള്ള ആ കാര്യങ്ങളിലൊന്നും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല. നമ്മൾ കലാകാരന്മാര് പടം തീർക്കുന്നതിന്റെ കാര്യം ആലോചിച്ചാൽ നീ അതും പ്രശ്നം വെച്ചോണ്ടിരുന്ന വേറെ പാർട്ടിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കാരൊന്നും നിന്നെ അടിക്കും, എതിർക്കുന്ന പാർട്ടിക്കാർ എവനെ അടിക്കും. അതൊന്നും നീ ഇവിടെ ചർച്ച ചെയ്യരുത്. അതൊന്നും നമ്മുടെ വിഷയമേ കാര്യങ്ങൾ. അതൊക്കെ വലിയ രാഷ്ട്രീയമായി പോവും. നമുക്ക് കലാകാരന്മാരാണ്, നമ്മൾ കൊണ്ടരുത്. മറ്റേ പറയണ അർണോൾഡ് നീ ഇവിടെ കാര്യം ഇവന്റെ കുഴപ്പമില്ല. കാര്യം ഞാൻ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന അർണോൾഡ് നിന്റെ കേട്ടത് കാണിക്കാം. ഞാൻ ഇപ്പൊ 1 കോടി രൂപ അത് കഴിഞ്ഞില്ല, അത് കഴിഞ്ഞില്ല, ഒരു സമയമില്ല. അപ്പൊ കടപ്പാടി കുപ്പുസ്വാമി 1 കോടി മുടക്കും. പാർട്ട്ണറായിട്ട് അവരുടെ പേര് വെക്കണം. പിന്നെ ഒരു റോൾ കൊടുത്തേക്കണം. ഈ മലയാളം പടത്തിൽ അഭിനയിക്കുന്നത് ഭയങ്കര ആഗ്രഹം. നയൻതാര പുള്ളിയുടെ ഒരു വീക്ക്നെസ് ആണ്. നയൻതാര പടത്തിലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നയൻതാര ഞങ്ങളുടെ സിനിമയില്ല. വേണ്ട, ഉണ്ടെന്നൊരു വാക്കോ. നയൻതാര വരും എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വേറെ ഉണ്ട് ടെൻതാര എന്ന് പറഞ്ഞ അതൊക്കെ അങ്ങനെയൊക്കെ മനസ്സിലാവും. ടെൻതാര എന്നൊക്കെ പറഞ്ഞത് നീ വാചം അടിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ഇത് കഴിഞ്ഞിരുന്നാലേ ഇങ്ങനെ ഞാൻ ഒന്ന് കൂട്ടിമുട്ടിച്ചെന്ന് എനിക്ക് നേരെ പോണം. കാരണം വെച്ചാൽ നമ്മുടെ അർണോൾഡില്ലേ, അർണോൾഡ് ഷ്വെർസനഗർ കാലുളുക്കി കിടക്കുകയാണ്. കോട്ടയ്ക്കൽ ഇന്ന് ധന്വന്തരം കുഴമ്പ് അയച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഇത് എന്നെ വിളിക്കാൻ കാരണം എന്താ? ഇതിനു മുമ്പ് ജാക്കി ചാനെ കഴുത്തുളിക്കപ്പോ ഞാനാണ് മരുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ജാക്കി ചാനെ പരിചയപ്പെടുന്നത് അണ്ണന്റെ വീട്ടിൽ പാലച്ചിനായിരുന്നു. എല്ലാരും വരൂടെ. ജാക്കി ചാന്റെ കഴുത്തുളുക്കി കോട്ടയ്ക്കൽ ഇന്നൊരു കുഴമ്പ് തേച്ച് പോയില്ല. ഞാൻ എന്റേതായിട്ടുള്ള ഒരു പിണ്ണതയില ഉണ്ടാക്കിയിട്ട് ഞാൻ കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് കഴുത്ത് തിരിഞ്ഞു. എന്നെ അടിച്ചില്ലെന്നുള്ളൂ, കഴുത്ത് തിരിഞ്ഞു. തല തിരിഞ്ഞു ഭയങ്കര പ്രശ്നമാണ്. ഷർട്ട് ഇടുമ്പോഴൊക്കെ പുറകിലൊക്കെ ബട്ടൺ ഇടാന്ന് പറഞ്ഞാൽ എന്ത് പാടായിരിക്കും. ഞാൻ വരുമ്പോ കോട്ടയ്ക്കൽ ഞാൻ സാത്താങ്ക് വീണ്. കോട്ടയ്ക്കൽ അങ്ങനെ ഡോക്ടർ നിന്റെ അടുത്ത് ആരുടെ പിണ്ണതയില ഉണ്ടാക്കാൻ പറഞ്ഞു. നിന്റെ എന്നെ അടിക്കാൻ വരാ ഭാര്യ സാറ്. ഭാര്യ സാറ് ഞാൻ അബദ്ധം കാട്ടി. നീ ചികിത്സ നീ ഡോക്ടറാണോടാന്ന് ചോദിച്ചോണ്ട് ഒറ്റ അടി. അതല്ലേ അർണോൾഡ് ഷ്വാർസനഗർക്ക്. അർണോൾഡ് അങ്ങനല്ലേ അതെ. അത് പേര് ഞാൻ കുറച്ച് ഫുൾ പറയില്ല. ഞാൻ അർണോൾഡ് എന്നേ പറയാം. അർണോൾഡ് ഷ്വാർസനഗർ അതെനിക്ക് ഇഷ്ടമുള്ള പേരാണ്. അതുപോലെ ജാക്കി ചാനുമായിട്ട് ചൈന ഭാഷ പറഞ്ഞു കേട്ട് ഞാൻ ഒരു കാര്യം സംസാരിച്ചു. ആദ്യം കുപ്പുസ്വാമി ഒന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ട് തരും. പരുവത്തിയാക്കി കൂടെ നിർത്തിക്കോണം. മുടക്കും നയൻതാര ഉണ്ടെന്ന് പറഞ്ഞോണം. റോള് കൊടുക്കണം. பெரிய ஆளு இந்த மாதிரி தெரியல பார்த்தால ஐயோ എന്തുവാണ് ഇത്? കൊടിമരം കൊമ്പൻ മീശയും വെച്ചോണ്ടിരിക്കുന്നു. ஐயோ அங்க பால் எருமை எல்லாம் இருக்கு, மில்லி இருக்கு. ரொம்ப கேட்டிருக்கு. அண்ணன் எப்போதும் சொல்லுவாங்க குப்சாமி ஐயா நல்லவங்க பெரிய சொல்லுவாங்க. பாசி எனக்கும் மேல நல்லவங்க. பாசி அண்ணே
நீங்க ரொம்ப லக்கி. என்னன்னு கேளுங்க. என்ன 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 நயன்தாரா இந்த படத்தில் இருக்கு. அப்படியா? ரொம்ப பிரமாதம். அப்புறம் உங்களுக்கு சீன் இருக்கு. நான் சொல்லி இருக்கு 1 CR நீங்க இன்வெஸ்ட் பண்ணா நான் சொல்லி 75 lakh அது இல்ல அட்வான்ஸ் இன்னைக்கு கொடுக்கணும். நீங்க ஒண்ணும் சொல்ல வேணாம். நீங்க சொன்னா எனக்கு ஓகே. ஆனா நயன்தாரா இருக்க வேணும். நயன்தாரா இருக்கு சீன்ல. அவங்க வந்து இன்னைக்கு வந்து 21st 30th மார்னிங் நயன்தாரா இங்க இருக்கு. உங்களுக்கு காம்பினேஷன் இருக்கு. நயன்தாரா இன்னைக்கு அட்வான்ஸ் கொடுக்கணும். நான் சொல்லியாச்சு. கொடுக்கும் அண்ணா சொன்ன மாதிரி. அப்புறம் சீன் இன்னைக்கு உங்க சீன் இருக்கு. எனக்கு இருக்கா? இருக்கு. இன்னைக்கு சீன் பெரிய சீன். நீங்க லக்கி அண்ணன். வந்த அன்னைக்கே ஷூட்டிங். நான் சொன்ன போது உங்களை பார்த்தோம் தெரியல. நம்ம தெரியல. அப்படியே கடப்பாடி குப்புசாமி டிக்ரூஸ் ஏற்கனவே உங்களை தெரியுமா? நான் ஷாக் ஆகி போய் அப்ப சீன் இன்னைக்கு பிளான் பண்ணிருக்கு. அந்த லேடிஸ் காம்பினேஷன். பாஸ்கரண்ணா நயன்தாரா கிட்ட ஒரு சாங்ஸ் கூட கொடுக்கலாம். ஐயோ நயன்தாரா கிட்ட சாங் இருக்கு உங்களுக்கு? எனக்கு சாங்ஸ் ரொம்ப பிடிக்கும். நயன்தாரா சாங். ஆமா. ஓ ரொம்ப தேங்க்ஸ். இருக்கு. அந்த டான்ஸ் எல்லாம் பண்ணும். நான் டான்ஸ் அங்க அந்த இதுல திருவிழா இல்ல, அங்க இந்த கோவில் திருவிழா இல்ல, சூப்பரா இந்த மாதிரி டான்ஸ் எல்லாம் ஆடுவாங்க. அங்க தமிழ்நாட்டுல டான்ஸ் காம்படிஷன் இருக்கு. டான்ஸ் காம்படிஷன் டிராஃபி கிடைச்சிருக்கு. தஞ்சாவூர்ல ஜல்லிக்கட்டுல காளைய பிடிச்சு கீழே வந்து வீண்டு தலை உடைஞ்சது அது இந்த குப்புசாமி அல்ல. இவங்க வின்னர் குப்புசாமி. இவங்க ஜல்லிக்கட்டுல இந்த பிடிச்சு காளை கீழே விழுந்தது. அவ்வளவு தைரியம் இருக்கிற ஆளு. ஐயோ என்ன ஆளை இந்த பாக்குற மாதிரி அல்ல. ஐயா இன்னைக்கு சீன் இருக்கு. அட்வான்ஸ் இன்னைக்கு கொடுக்கணும். அதை பத்தி ஒன்றும் கவலைப்பட வேண்டாம். பணம் என் கார்ல இருக்கு. தேங்க்யூ. அப்புறம் அந்த சீனை பிளான் பண்றோம். அதுக்கு முன்னாடி 1 second ഡിക്രൂസ് എന്താ നിന്റെ കൺട്രോളറും ആ എഴുത്തുകാരനൊക്കെ പരമ ഉണ്ണാക്കന്മാരാണ് കേട്ടോ. അർണോൾഡിന്റെ ജാക്കി ചാന്റെ ഒക്കെ കഥ അവന്മാർ അതേപടി വിശ്വസിച്ചില്ലേ? ഞാൻ കൈ നിട്ട് പറഞ്ഞൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ റഹ്മാനെ കൊണ്ടുവന്നു. ഞാൻ ചിരിച്ചു കേട്ടോ. എന്നെ ആൾക്കാരെടുത്തിട്ട് ഇടിക്കും. പിന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. കുപ്പുസ്വാമി അണ്ണനെ യവന്മാരെ ഏൽപ്പിച്ച യവന്മാര് കുളവാക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അവന്മാരെ പ്രത്യേകം നീ നോക്കിക്കോണം. സീനൊക്കെ ഞാൻ വായിച്ചു കൊടുത്തോളാം. സീൻ ഞാൻ ഉണ്ടായിക്കോളാം. പറഞ്ഞ മനസ്സിലായില്ലേ? നീ എന്റെ കൂടെ നിന്നാ മതി. കുപ്പുണ്ണനെ ബൂസ്റ്റ് ചെയ്യണ കാര്യം ഞാൻ ഏറ്റു. അവന്മാരെ അടുത്ത് വെട്ടിത്തം വിളിച്ച് പറയരുതെന്ന് പറഞ്ഞാൽ കേട്ടാ. പൈസ ഇന്ന് തന്നെ അഡ്വാൻസ് വാങ്ങിക്കാടാ. குப்போட சீன் പറഞ്ഞു கொடுக்கட்டா. அண்ணே நீங்க வந்து ரியல் லைஃப் மாதிரி தஞ்சாவூர்ல நீங்க என்னதோ அதுதான் இந்த ஸ்டோரியில இல்ல? அப்படியா? ஆமா ஆமா. நீங்க பெரிய என்ன சொல்ல ஜமீன்தார், பெரிய கவுண்டர், இந்த ஜல்லிக்கட்டுல வின்னர். ஆனா இந்த பாடல் எல்லாம் கிளாசிக்கல் மியூசிக் எல்லாம் பாட்டும்னா அந்த மாதிரி எல்லாம் நீங்க பாடும். சூப்பர் சிங்கர், இங்க டான்சர், நீங்க எல்லாம் பண்ணல. இந்த மாதிரி உங்களுக்கு நிறைய இது. இவங்க எல்லாம் வந்து காலேஜ் ஸ்டூடெண்ட்ஸ். இந்த நீங்க வந்து கேரளாவில ஒரு വലിയ ஒரு ஃபீல்டு, ஒரு 100 acres பேடி ஃபீல்டு, நெல் கிருஷி தெரியல? தெரியும். நெல். அப்ப நெல் எல்லாம் வாங்கிட்டு இருக்கும்போது எக்ஸ்கர்ஷன்ல இந்த கேர்ள்ஸ் எல்லாம் வந்து இங்க போயிட்டு இருக்கும்போது நீங்க இந்த பேடி ஃபீல்டு இந்த மாதிரி எல்லாம் இந்த என்ன அது வளம் எல்லாம் போட்டுட்டு இருக்கும்போது நீங்க கெமையில இருக்கும்போது இவங்களை எல்லாம் உங்களை பாக்குறது, ஹீரோயின்ஸ் எல்லாம் வந்து உங்களை பாக்குறது. அப்ப என்ன நடக்கிற டயலாக்ஸ் இது வந்து லிமா வாங்க, லிமா, ரிமி, அது வந்து ஃபிஜி. முதல்ல உங்களை பார்த்த உடனே லவ் ஆச்சு. லவ் ஆச்சு. ஆனா சொல்றது இல்ல. அதுக்கு பிறகு இந்த இவங்க காலேஜ் ஃபங்க்ஷன்ல நீங்க வரணும், கவுண்டர் வரணும். மாணிக்க கவுண்டர் நம்ம நாட்டுல மாதிரி. ஆமா மாணிக்க கவுண்டர்னு உங்க பேரு. காலேஜ்ல ஃபங்க்ஷன்ல வந்து நீங்க ஒரு பாட்டு. ஆமா நீங்க காலேஜ்ல வந்து ஃபங்க்ஷன் ஒரு டிஎம் சௌந்தரராஜன் ஸ்வீட், அதாவது இல்ல எஸ்பி பாலசுப்ரமணியம் ஒரு பாடல், ஏதாவது ஒரு பாடல், கிளாசிக்கல் பாடும்போது எங்க எல்லாம் இமேஜினேஷன் பண்றது, ஐயோ மாணிக்க சார் அந்த மாதிரி. அப்போ அதுக்கு பிறகு நீங்க பேடி ஃபீல்டு வரும்போது இந்த சீன் அதான் இப்ப எடுக்க போறோம். உங்க டைலாக். ஐயோ நான் மலையாளத்தை പറഞ്ഞാ മതി. டைலாக் பாருங்க. மாணிக்க என்ன, நான் உங்களை காதலிக்கிறேன்.
நோ நான் மாணிக்கண்ண கல்யாணம் பண்ணுவேன். நான் மாணிக்கண்ண கல்யாணம் பண்றேன். போடி, நான் தான் கல்யாணம் பண்ணுவேன். நாம கல்யாணம் பண்ணுவேன். எல்லாருமே கல்யாணம் பண்ணு நினைக்கிறேன். அந்த மாதிரி ஒரு அந்த இந்த 5 பொம்பளைகள் கூட உங்க சாங்கும் இருக்கு. இமேஜினேஷன் ஏன் மேல் ஏன் சாங் இருக்கு. அதுக்கு சஸ்பென்ஸ் என்னன்னா, இங்க 5 பொண்ணுங்களையும் உங்களுக்கு இஷ்டம் தான், ஆனா கல்யாணம் பண்றது இஷ்டம் இல்ல. கல்யாணம் யார பண்றது? நயன்தாரா. நம்ம நயன்தாரவா? நல்ல ஸ்டோரி, நல்ல ஸ்டோரி, நல்ல ஸ்டோரி. அட்வான்ஸ் கார் இருக்குங்க. கார்ல காசு உண்டு. എല്ലാവർക്കും തരും കേട്ടോ. പിന്നെ സീനില് കുറച്ചുകൂടെ ഒന്ന് ഇഴുകിച്ചേർന്ന് അഭിനയിക്കണം. എന്നിട്ട് എല്ലാവർക്കും അഡ്വാൻസ് തരും. തൊട്ടൊക്കെ അഭിനയിക്കണം. ആള് കുഴപ്പക്കാരനല്ല. അപ്പൊ ഇനി ഡയറക്ടറുടെ റോ നമ്മൾ ഇടപെടില്ല. ഡയറക്ടർ അപ്പൊ ഞാൻ ഡയലോഗ് പറഞ്ഞു കൊടുക്കാം. ശരി, ആക്ഷൻ. மாணிக்கண்ணா எனக்கு உன்னை ரொம்ப பிடிச்சிருக்கு. நோ நோ, நான் தான் கல்யாணம் பண்றேன். ஓடி, நான் தான் கல்யாணம் பண்ணுவேன். நாங்க தான் கல்யாணம் பண்ணுவேன். ஓகே ஓகே கையடி கையடி. சூப்பர், ஃபர்ஸ்ட் டேக். ஓகே அண்ணே, தேங்க் யூ, தேங்க் யூ. என்ன ஆக்டிங் இது, என்ன ஆக்டிங். பிரமாதம், எல்லாம் நல்லா பண்ணி. ஓய் சூப்பரா இருக்கு. ஒரு செகண்ட் அண்ணா, ஒரு செகண்ட். പോലീസല്ലേ? പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരിക്കുന്നു. இல்ல இல்ல இல்ல, ഒരിടത്തും പഠിക്കല. അவ்வளவு. ஏ இன்ஸ்டிடியூட்டே இதுதான். ஆளு தான். ഹലോ. ആഹാ, അത്ര ഉള്ള. അത് ശരി. അതെന്ത്? ഓ, ഹോട്ടലില് വെയിറ്റ് ചെയ്യണ. ശരി 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 ശരി, ഇപ്പൊ തന്നെ പറഞ്ഞുവിടാ. റിസപ്ഷനിലോട്ട് പറഞ്ഞുവിടാ. കുപ്പുസ്വാമി അண்ணே, என்ன நல்ல வார்த்தை. அங்க ஹோட்டல் ரிசப்ஷன்ல அப்துல் ரஷீத் ஒரு ஆள் இருக்கு. அவங்க உங்களை வெயிட் பண்ணிட்டு இருக்கு. நல்ல ஒரு டீல், பிசினஸ் டீல். பணம் டீலா? ஆமா, பெரிய பிசினஸ் டீல். நிறைய காசு கிடைக்கும், துட்டு கிடைக்கும். வாங்க அங்க வா வா சொல்லுங்க. പകരണ வாங்க 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 வாங்க. നമ്മളെ പപ്പ இன்னைக்கு பெரிய லக்கியே அண்ணே. ഭാസ്കരന, അപ്പൊ നമ്മുടെ അഡ്വാൻസ് ഉപ്പ് എണ്ണ തരുന്ന് പറഞ്ഞാൽ തന്നിരിക്കും. അതിപ്പോ ഇപ്പൊ പോയിട്ട് ഒരു വലിയ ഡീലിനാണ് പോകുന്നത്. ബിസിനസ് ഡീല്, 10 കോടിയുടെ ഡീലാണ്. അത് ശരിയായി കഴിഞ്ഞാൽ അണ്ണൻ വേണമെങ്കിൽ 1 കോടി എക്സ്ട്രാ തരും. എന്താണ്? ஆமா ஆமா, எல்லாமே பாசி சொன்ன மாதிரி. உங்கள் ஒண்ணு கவலைப்படண்டா. 2 കോടിയാ വേണമെങ്കിൽ ഇന്നത്തെ ഈ ഡീല് ഒപ്പിട്ടാൽ അടുത്ത പടവും അണ്ണൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. എന്താണ്? எக்ரி எக்ரி. பாசி കുപ്പു അണ്ണക്ക് കിടപ്പാടി കുപ്പുസ്വാമി അണ്ണക്ക്. അണ്ണാ എല്ലാം പറഞ്ഞോല്ല. எல்லாமே நீங்க சொன்ன மாதிரி. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം, വളരെ സന്തോഷം. നല്ല മനുഷ്യല്ലേ? നല്ല മനുഷ്യ. അയ്യോ, എന്തൊരു നല്ല മനുഷ്യൻ. അല്ല തരുമല്ല ഇന്ന് തന്നെ. ഭാസ്കരന നല്ല മനുഷ്യല്ലേ? തലനാരി ഇളക്കിയാ രക്ഷപ്പെട്ടത്. എന്നെ വിളിച്ചാരെന്നറിയോ? സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ റഷീദ് സാർ. ഈ കിടപ്പാടി കുപ്പുസ്വാമിയുടെ കയ്യില് ഉള്ളത് മുഴുവൻ കള്ളനോട്ടാ. റിസപ്ഷനിൽ കാത്തിരിക്കുക. ഇപ്പൊ അകത്താവും. അപ്പൊ ഇത് കുപ്പുസ്വാമി അല്ലത്, കറുപ്പ് സ്വാമിയാ.